ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇതാ ഇന്ന് രാവിലത്തെ ഒരു സമയമാണ്. അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ കുറേ സമയമായി ആളെ കാണാനില്ല. അപ്പോൾ എവിടെയാണ് എന്ന് വെച്ചിട്ട് വന്ന് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ ആൾ നല്ല കാര്യപ്പെട്ട പണിയിലായിരുന്നു. അപ്പോൾ കഴിഞ്ഞ 2 ആഴ്ചയൊക്കെ ആയിട്ടുണ്ട് നമ്മളവിടെ തെങ്ങ് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തെങ്ങ് കയറിയിട്ട് തേങ്ങ അങ്ങനെ കുറച്ച് ഇട്ടിട്ടോ. ഇപ്പോൾ കുറച്ച് വില കുറവാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അങ്ങനെ കുറച്ച് നേരം കുറച്ചിട്ടു. പിന്നെ ആൾക്കാണെന്നുണ്ടെങ്കിൽ അത് പൊളിക്കാനും സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പൊളിച്ചിട്ട് തൂക്കം കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ആൾക്കാണെങ്കിൽ വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലെ നേരത്തെ പോവും. അപ്പോൾ പിന്നെ സമയം കിട്ടാറില്ല. അങ്ങനെയൊക്കെ ആയിട്ടാണ് കുറച്ച് കിടുന്നത്. പിന്നെ ഇപ്പോൾ ഒഴിവ് സമയത്തൊക്കെ ആകുമ്പോഴും ചില ദിവസം ലീവൊക്കെ ആകുമ്പോഴൊക്കെ രാവിലെ എണീറ്റിട്ട് ആൾ അങ്ങനെ കുറച്ചായിട്ട് പൊളിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അതാണ് ചാക്കിലൊക്കെ ഇവിടെ ഇരിക്കുന്നത് കേട്ടോ, ഉമ്മർത്ത് ഫ്രണ്ടിൽ അങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തോട് കൂടിയിട്ട് തേങ്ങ പൊളിക്കലൊക്കെ മുഴുവനായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ചാക്കിലാക്കിയിട്ട് അവിടെ പഴയ വീടിൻ്റെ ഉമ്മർത്ത് കൊടുന്ന് വെച്ചെടുക്കുകയാണ്. ഇനിയിപ്പോൾ ഇവിടെ അടുത്ത് തന്നെയാണ് മില്ലുണ്ട്. അപ്പോൾ കൊണ്ടുകൊടുക്കാൻ അങ്ങനെ ഒരു വണ്ടി വിളിച്ചിട്ട് അങ്ങനെ അങ്ങോട്ട് കൊണ്ടുകൊടുക്കുകയാണ് ചെയ്യുക. അവിടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ വില കുറവാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വേണോ വേണ്ടേ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ ചോദിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ആൾ അങ്ങനെ വണ്ടി എടുത്തിട്ട് അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ പിന്നെ അതിനനുസരിച്ചായിരിക്കും കൊടുക്കുക. അപ്പോൾ ഇത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ നമ്മുടെ അവിടെ ഒരു തെങ്ങുണ്ട് കേട്ടോ, ഫ്രണ്ടിൽ തന്നെ. തെങ്ങിൻ്റെ ചോട്ടിൽ നിറച്ചും തുളസി ഉണ്ടായിട്ടുണ്ട്. അത് നമ്മളങ്ങനെ കുഴിച്ചിട്ടതൊന്നുമല്ല. പണ്ടത്തെ വീഡിയോസൊക്കെ കാണാൻ പറയാം. നമ്മളതിന് ചാക്കിലൊക്കെയാണ് ചെടികളൊക്കെ അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. തുളസിയൊക്കെ ഞാൻ അങ്ങനെ ചാക്കിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അന്ന് വെച്ചതിൻ്റെയാണ് കേട്ടോ ഈ പിന്നെ മുളച്ചിട്ട് അതിൻ്റെ വിത്ത് വീണിട്ട് പിന്നെ മുളച്ച് വരുന്നതാട്ടോ. അപ്പോൾ അതൊരു മഴ അങ്ങോട്ട് പെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു വന്നാൽ അതിൻ്റെ ഇടയിൽ അതൊക്കെ പോയി പിന്നെ ഒന്നും കാണാണ്ടായിരുന്നില്ല. പക്ഷേ ഒരു മഴ അങ്ങോട്ട് ചാറിയതിനോട് കൂടിയിട്ട് അതുപോലെ അങ്ങോട്ട് മുളച്ച് നല്ല ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതവിടെ തെങ്ങിൻ്റെ ചോട്ടിലാണെങ്കിലും നല്ല വളക്കൂറുള്ള മണ്ണായതുകൊണ്ട് പിന്നെ അവിടെ തന്നെ നിർത്തിയെടുക്കുകയാണ്. തുളസിയാണല്ലോ, നമുക്കത് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണല്ലോ. അങ്ങനെ അവിടെ നിൽക്കുന്നുണ്ട്. അങ്ങനെ നമ്മളിത് വന്നിട്ട് നേരെ അടുക്കളയിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ എന്താ ഉണ്ടാക്കേണ്ടതെന്ന് വെച്ചിട്ട് ഞാനിങ്ങനെ കുറച്ച് നിന്നിട്ട് കാര്യമായിട്ട് തലേ ദിവസം ഞാൻ അങ്ങനെ വലിയ പ്ലാനിങ് ഒന്നും ഉണ്ടായിരുന്നില്ല. എന്തായാലും കുറച്ച് ചെറുപയർ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വിചാരിച്ചു എന്നാൽ പിട്ടുണ്ടാക്കാമെന്ന്. അങ്ങനെ പിട്ടുണ്ടാക്കുകയാണ്. അപ്പോൾ അതിന് നമ്മുടെ പത്തിരിപ്പൊടിയാണ് കേട്ടോ. സാധാരണ ഞാൻ നമ്മുടെ പുട്ടുപൊടിയാണ് അതായിട്ടാണ് പിട്ടുണ്ടാക്കാറ്. പക്ഷേ ഇപ്രാവശ്യം ഞാൻ അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പത്തിരിപ്പൊടിയാണ് എടുത്തത്. പത്തിരിപ്പൊടി നമ്മൾ പച്ചവെള്ളത്തിൽ കുഴച്ചിട്ടുണ്ടെങ്കിൽ അത്ര കണ്ട് ശരിയാവില്ല, അങ്ങനെ ഉണ്ട കുത്തി പോലെ ഇരിക്കും. അപ്പോൾ കുറച്ചൊരു ചൂടുവെള്ളത്തിൽ, ഒരു ഇളം ചൂടുവെള്ളത്തിൽ, ചെറിയൊരു ചൂടുവെള്ളത്തിൽ എന്നിട്ട് ഉപ്പിട്ട് നനച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നല്ല നൈസായിട്ട് നല്ല പൊടിയായിട്ട് കിട്ടും കേട്ടോ. വെള്ളം ഏറാതെ നോക്കും വേണം. പക്ഷേ ആ പത്തിരിപ്പൊടി കൊണ്ട് ചുട്ട ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. പുട്ടിന് നല്ലൊരു ടേസ്റ്റാണ് ഉണ്ടാവുക. പിന്നെ നമ്മൾ അങ്ങനെ അതൊക്കെ ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞ് ചായയൊക്കെ കുടിച്ചു. പിന്നെയുള്ള വീഡിയോസൊന്നും എനിക്ക് അങ്ങനെ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഓരോ തിരക്കിലൊക്കെ പെട്ടു. പിന്നെ നമ്മളിത് ഉച്ചത്തേക്കുള്ള പരിപാടിയാണ്, കറി വെക്കാനൊക്കെ നോക്കുകയാണ്. അപ്പോൾ ഇന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത് നമ്മുടെ അയിലപ്പാരയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം പെരുന്നാളായതുകൊണ്ട് തന്നെ മീൻകാരൊന്നും അങ്ങനെ വരില്ലല്ലോ. അപ്പോൾ കഴിഞ്ഞ ദിവസം തലേ ദിവസം മേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അങ്ങനെ മേടിക്കാനും പറ്റിയില്ല. അപ്പോൾ എന്തോ പോയപ്പോൾ കിട്ടിയതാണ് കേട്ടോ. നല്ല ഫ്രഷ് മീനായിരുന്നു. അയിലപ്പാരയാണ് കിട്ടിയത്. മീനാണെന്നുണ്ടെങ്കിൽ മുറിച്ച് കൊടുക്കുന്ന കാരണം പിന്നെ അതുമ്മ വലിയ പണിയൊന്നും ഉണ്ടായിട്ടില്ല. ഒന്ന് കഴുകി നന്നായി എടുത്തതിൻ്റെ ശേഷം പിന്നെ അത് കായം കൂട്ടാനുള്ളതൊക്കെ മുറിച്ചെടുക്കുന്നുണ്ട്. ഇനി കറി വയ്ക്കാനും കുറച്ച് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തേങ്ങ ഒക്കെ വറുത്തരച്ചിട്ട് അതിൽ ചുവന്നുള്ളി, വെളുത്തുള്ളി, പെരുംജീരകം, വേപ്പില അതൊക്കെ ഇട്ടിട്ട് അരച്ചെടുത്തിട്ട് അങ്ങനെയുള്ള ഒരു കറിയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്.
പിന്നെ ഇന്നാണെന്നുണ്ടെങ്കിൽ അധികമൊന്നും ഇപ്പോൾ വേണ്ട, കുറച്ച് മീനൊക്കെ വറുത്താൽ മതി. കാരണം ഇന്നലെ ആയിരുന്നല്ലോ പെരുന്നാൾ. അപ്പോൾ പെരുന്നാളിന് നമ്മൾ ചിക്കനൊക്കെ മേടിച്ചായിരുന്നു. അപ്പോൾ അതൊക്കെ അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ ഇന്നലെ ക്ഷണം ഉണ്ടായിരുന്നു, തൊട്ടടുത്ത വീട്ടിലേക്ക് ക്ഷണം ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഫുഡൊക്കെ അവിടെ തന്നെ ആയിരുന്നു. പിന്നെ നമുക്കാണെന്നുണ്ടെങ്കിൽ നമുക്കുള്ളത് ഇങ്ങോട്ട് കൊടുന്നു തരും ചെയ്യും. രാവിലെ തലേ ദിവസം അവിടെ പലഹാരങ്ങൾ കൊടുന്നു തരും. രാവിലെ ആണെന്നുണ്ടെങ്കിൽ ചായക്കുള്ളത് കൊടുന്നു തരും. പത്തിരി, ചിക്കൻ കറി അങ്ങനെയുള്ളത്. രാത്രി ഉച്ചയ്ക്കാണെന്നുണ്ടെങ്കിൽ പിന്നെ നെയ്ച്ചോറ്, കറികൾ അങ്ങനെയൊക്കെ നമുക്കും ഇങ്ങോട്ടും കൊടുന്നു തരും. നമ്മളിവിടെ അങ്ങനെയാണ്, അങ്ങനെ കൊടുക്കലും വാങ്ങലൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നലെ ഉണ്ടാക്കിയ ചിക്കൻ കറി ആണെന്നുണ്ടെങ്കിൽ കാര്യമായിട്ട് അങ്ങോട്ട് ചിലവായിട്ടില്ല. അപ്പോൾ അതങ്ങനെ അവിടെ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കറി ഞാൻ അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനൊക്കെ എടുത്തിട്ടേ വറുത്തിട്ടുള്ളൂ. ഇവിടെ നമ്മളിവിടെ നന്നായിട്ട് മഴയാണ്. പിന്നെ ഈ സ്കൂളൊക്കെ തുറക്കാനായി. ജൂൺ 1 ഒരു കണക്ക്. തുറക്കുമ്പോൾ തന്നെ ഒരു മഴ ഇടിയും കൂടിയിട്ട് ഭയങ്കര ഒരു പെരുമഴയായിരിക്കും. അപ്പോൾ അതുവരെ രാവിലെ അത്ര പെരുമഴ ഒന്നും ഉണ്ടാവില്ല. പക്ഷേ കുട്ടികൾക്ക് ക്ലാസ് അങ്ങോട്ട് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ മഴയായി, ഇടിയായി, തണുപ്പായി. അപ്പോൾ നമുക്ക് വിളിക്കുമ്പോൾ തന്നെ ഒരു വിഷമമാണ് കേട്ടോ രാവിലെ. കാരണം ഇത്രയും ദിവസം 2 മാസം എന്ന് പറയുമ്പോൾ സുഖമായിട്ട് ഉറങ്ങി നീറ്റ് അവരെ ഇഷ്ടത്തിനായിരുന്നു. ഇനിയിപ്പോൾ നമ്മളൊരു കൃത്യമായിട്ടൊരു സമയത്ത് മൂടി പുതച്ചുറങ്ങണ സമയത്ത് ഇനി വിളിച്ച് നീപ്പിക്കുമ്പോഴൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാവും. അപ്പോൾ ആ ഒരു ഇതൊക്കെ ഉണ്ട്. അപ്പോൾ തന്നെ മഴ തുടങ്ങുകയായി. ഇപ്പോൾ ഇന്നൊക്കെ ഇവിടെ പകൽ മഴ തന്നെയായിരുന്നു. ഇപ്പോൾ വൈകുന്നേരം ആയപ്പോഴും നല്ല മഴയാണ്. ഇപ്പോൾ ഞാൻ വോയിസ് കൊടുക്കുന്ന സമയത്ത് നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ എന്നിട്ട് കുറേ നേരം വെയിറ്റ് ചെയ്തു, കാരണം ഭയങ്കര സൗണ്ടാണ്. അപ്പോൾ ഇപ്പോഴൊന്ന് കുറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇങ്ങനെ പെരവരെ സൗണ്ട് കേൾക്കാം കേട്ടോ. മഴ പുറത്ത് പെയ്യുന്നുണ്ട് ഇപ്പോഴും. അങ്ങനെ ഇനിയിപ്പോൾ ക്ലാസ്സൊക്കെ തുടങ്ങിയായില്ലേ ജൂൺ 1. ഇന്നിപ്പോൾ 2 ദിവസമൊക്കെ അല്ലേ ഉള്ളൂ. അപ്പോൾ ഇനി കുട്ടികൾക്ക് ഇനി യൂണിഫോമും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ട് വരുന്നുണ്ട്. ചിലവർക്ക് അടിച്ച് കിട്ടിയിട്ടില്ലേ, തിരക്കൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇനി ബുക്ക് പൊതിയാൻ, പുസ്തകം ചട്ടിടാൻ, അങ്ങനെ നമുക്കുള്ള പണികളാണല്ലോ. ഞാൻ മാത്രമല്ല കേട്ടോ, ഇവിടെ ആളും ഹെൽപ്പ് ചെയ്യാറുണ്ട്. ബുക്ക് പൊതിയാനൊക്കെ ആൾ തന്നെയാണ് മെയിനായിട്ട് നിൽക്കാറ്. ഞാൻ അതിൻ്റെ ഹെൽപ്പറായിട്ടൊക്കെയാണ് പോവാറുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ബുക്ക് ചട്ടിടൽ, നെയിം സ്ലിപ്പ് ഒട്ടിക്കൽ, അങ്ങനെയുള്ള പരിപാടികൾ. പിന്നെ ബാക്കി ഇനി സ്കൂൾ തുറക്കുമ്പോഴേക്കുള്ള ഒരു തയ്യാറെടുപ്പൊക്കെ തന്നെയാണ്. പിന്നെ ഇപ്രാവശ്യം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു തുറക്കണ സമയത്തൊക്കെയാണ് വീട്ടിൽ നിന്ന് സാധാരണ വരാറ്. വീട്ടിലൊക്കെ പോയി നിൽക്കുമ്പോൾ ആ ഒരു തുറക്കണ സമയമൊക്കെ കണക്കാക്കിയിട്ട് ഒരു വരലാണ്. 2 പ്രാവശ്യം പോകും. ഇപ്രാവശ്യം നമുക്ക് 1 പ്രാവശ്യം പോകാൻ പറ്റിയിട്ടുള്ളൂ. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ണനാണെന്നുണ്ടെങ്കിൽ ട്യൂഷനും തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നേരത്തെ തുടങ്ങി. ഇപ്രാവശ്യം ഏപ്രിൽ 29 തുടങ്ങിയതുകൊണ്ട് പിന്നെ ഇനിയിപ്പോൾ ക്ലാസ് കട്ട് ചെയ്യണ്ടേ എന്നൊക്കെ വിചാരിച്ചിട്ട് പിന്നെ അങ്ങനെ അങ്ങോട്ട് മുടക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ലാസ്റ്റിൽ ഞാൻ വീട്ടിലേക്ക് പോകാമെന്ന് വെച്ചു. പക്ഷേ പിന്നെ പോകാനും പറ്റില്ല, ക്ലാസ് ഉള്ളതുകൊണ്ട്. ഇനിയിപ്പോൾ ദിവസമില്ലല്ലോ. ഇനിയിപ്പോൾ ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നോക്കാനും ആയല്ലോ. പിന്നെ ഇപ്പോൾ കുട്ടികളെല്ലാവരും അപ്പുറം ഇപ്പുറം എല്ലാവരും ഉണ്ട്. അപ്പോൾ കളിക്കാരും ഉണ്ട്. അപ്പോൾ പിന്നെ അവർ ആ കളിയിലൊക്കെ അങ്ങനെ പെട്ടുപോയി. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാനും ഇനി അടുത്ത് കുറച്ച് കഴിഞ്ഞിട്ട് സ്കൂളൊക്കെ തുറന്ന് ഒഴിവ് ദിവസമൊക്കെ പോകാമെന്നൊക്കെ വെച്ചിട്ട് ഞാനും അങ്ങനെ ഇരിക്കുകയാണ്. കണ്ണനും നീത്തു ഇതാ കളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഞാൻ കുറേ നേരമായിട്ട് അവരെ വിളിക്കൽ തുടങ്ങിയിട്ട്. പിന്നെ ഇത് അവർ വന്നു ഫ്രഷായിട്ട് അവരും ഫുഡ് കഴിക്കണം. അപ്പോൾ ഞാൻ അവർക്കുള്ള ആദ്യം അങ്ങോട്ട് കൊടുത്തിട്ടാണ്. പിന്നെ അകത്തിൽ കഴിക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ തേങ്ങ ഒക്കെ വറുത്തരച്ച നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല പുളിയൊക്കെ ചേർത്ത് നല്ല എരിവോടും കൂടിയിട്ട് നല്ല കറിയൊക്കെ സെറ്റായിട്ടുണ്ട്. പിന്നെ നമ്മൾ ചോറൊക്കെ എടുത്തിട്ടുണ്ട്. അത്യാവശ്യം തോനെ കറി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. എനിക്കാണെങ്കിൽ നല്ല കറി ഒഴിച്ചിട്ട് ഇങ്ങനെ കുഴച്ച് കഴിക്കുന്നതാണ് ഇഷ്ടം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മുടെ കറി നല്ല എരിവും പുളിയൊക്കെ കൂടിയിട്ട് അടിപൊളിയാണ്. നല്ല എരിവുണ്ട്. പിന്നെ നമ്മുടെ വറുത്തതും ഒരു കഷ്ണം എടുത്തിട്ടുണ്ട്. അങ്ങനെ പിന്നെ നമ്മൾ കഴിക്കുകയാണ്. അപ്പോൾ പിള്ളേരൊക്കെ ആണെങ്കിൽ നേരത്തെ കഴിച്ചിട്ട് അവരപ്പുറത്തുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും കഴിക്കട്ടെ.